ഇന്ന് ഇവിടെ വലിയൊരു സ്നോ ഡേ ആയിരുന്നു കേട്ടോ. നമുക്ക് വിൻ്റർ വെതർ അഡ്വൈസറി വാർണിംഗ് ഒക്കെ കിട്ടിയ ദിവസമാണ്. ഏകദേശം 2 അടിയിൽ മേലെ നമുക്ക് സ്നോ കിട്ടിയിട്ടുണ്ടായി. അതായത് ലാസ്റ്റ് 2 ദിവസമായിട്ട് നല്ല സ്നോ ആണ്. ഇപ്പോൾ കുറച്ചൊരു സ്നോ കുറഞ്ഞ സമയത്ത് ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങിയതാണ്. എങ്ങനെയുണ്ട്, എത്ര ഹൈറ്റ് ഉണ്ടെന്നൊക്കെ നോക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉണ്ണേൻ്റെ മുട്ടിൻ്റെ അത്ര ഉണ്ടായി സ്നോ. ഇത് നമ്മൾ നടക്കാനുള്ള വഴിയിൽ മാത്രം അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇതുണ്ട് ഞാൻ കുഴിച്ച് വെച്ച. ഞാൻ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടിട്ടുണ്ടായി, ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ താഴെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഫ്രെയിം പോലെ വരും എന്ന് കണ്ടിട്ട് ഞാനത് ഹാർട്ട് ഷേപ്പിൽ കുഴിച്ച് തുടങ്ങി. മുന്നേട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്നോ എല്ലാം എടുത്ത് പുറത്തേക്കിടലാം. അത് കണ്ടിട്ട് ആമി അപ്പുറത്തുനിന്ന് എന്തെല്ലോ മാന്തി പൊളിക്കുന്നുണ്ട്. ആ റീലിൽ കണ്ട അത്ര ഭംഗിയായില്ലെങ്കിലും ഞങ്ങളും എടുത്തു ഒരു ഫോട്ടോ കണ്ടാ. അതിലിടക്ക് ഉണ്ണിയേട്ടനും ആമയും കൂടെ ഒരു സ്നോമാൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ സ്നോ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് അതിങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടായില്ല. ശേഷം ഞങ്ങൾ ഒരു ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആമയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആൾ. അതായത് ഇപ്പം കൊണ്ടേ കളഞ്ഞേനെ കണ്ടാ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിപ്പയിലെടുത്തിട്ടിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും ഓള് അങ്ങ് ചെയ്യാൻ നോക്കി. ഞാൻ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനിയാണ് പണി. സ്നോ എല്ലാം നല്ലോണം കുറഞ്ഞു. നമ്മൾ കാറിൻ്റെ അവസ്ഥ നോക്ക്. എത്ര കാറിൻ്റെ മേലെയും തന്നെ ഒരുപാട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് മുമ്പിലും ബാക്കിലും എല്ലാം. എന്നിട്ട് അതിങ്ങനെ ഷവൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇതൊരു 2 വട്ടം ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തളർന്നു പോയി കേട്ടാ. ഉണ്ണിയേട്ടൻ കുറേ സമയം എടുത്ത് അതെല്ലാം അങ്ങനെ വൃത്തിയാക്കി. പുറത്ത് അങ്ങനെ എവിടെയും പോയി കളിക്കാൻ പറ്റാത്ത, അതായത് സ്നോ പോലെയുള്ള നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ആമീനെയും കൊണ്ട് ഞങ്ങൾ ഈ കോറിഡോറിൽ കുറച്ച് നേരം കളിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ ആമീൻ്റെ ഈ ഒരു കരോക്കെ പാർട്ടിയോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ സമാപിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.